അഫ്ഗാൻ കുടിയേറ്റക്കാരൻ സ്വിറ്റ്സർലൻഡിലെ കന്യാമറിയത്തിന്റെ പ്രശസ്ത പ്രതിമയിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുകയാണ്. ദേവാലയത്തിൽ പ്രവേശിച്ച് ക്രൈസ്തവ വിശ്വാസങ്ങളെ പരസ്യമായി അവഹേളിച്ചത് എക്സ് പ്ലാറ്റ്ഫോമിലാണ് ആദ്യമായി ഷെയർ ചെയ്യപ്പെട്ടത്. ഈ വീഡിയോ കണ്ടവർ ഇത് കടുത്ത ദൈവദൂഷണമാണെന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അഭിപ്രായപ്പെട്ടു. സംഭവത്തിൽ ക്രൈസ്തവ സഭ കടുത്ത അമർഷവും രേഖപ്പെടുത്തി. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമാണ് എന്നായിരുന്നു സഭയുടെ വക്താവിന്റെ വാക്കുകൾ. ഈ പ്രവൃത്തി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ വികാരങ്ങളെ ആഴത്തിൽ വ്രണപ്പെടുത്തിയെന്നും മതപരമായ സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടതിന് ശക്തമായ നടപടികൾ വേണമെന്നും സഭ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതിയെ അറസ്റ്റ് ചെയ്തെന്നും നിയമ നടപടികൾ തുടരുകയാണെന്നും സ്വിസ് അധികൃതർ വ്യക്തമാക്കി. കുടിയേറ്റക്കാരുടെ സംയോജനത്തെക്കുറിച്ചും സാംസ്കാരികവും മതപരവുമായ ആചാരങ്ങളോട് പരസ്പര ബഹുമാനം വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ സംഭവം വീണ്ടും ചർച്ചകൾക്ക് വഴിതെളിച്ചു. വൈവിധ്യമാർന്ന സമൂഹങ്ങൾക്കിടയിൽ സഹിഷ്ണുതയും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടികൾ വർദ്ധിപ്പിക്കണമെന്ന് അഭിഭാഷകർ സർക്കാരുകളോട് അഭ്യർത്ഥിക്കുന്നു. മതപരമായ പൈതൃകം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, സാംസ്കാരിക സ്വത്വവും ആദരവും നിലനിർത്തുന്നതിൽ മതചിഹ്നങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെ ഈ അപകീർത്തികരമായ പ്രവൃത്തി അടിവരയിടുന്നു. സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി തുടർന്നും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തിരുസ്വരൂപം അതിൻ്റെ യഥാർത്ഥ നിലയിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്.